പരിഭവർണ്ണ പരാഗങ്ങള് ചൂലിട്ടാട്ടാതറ. അഭിനയനെ കണ്ടോ നീ? കമ്മിറ്റി അല്ലേ, കവലേ കാണൂ. ആ പോ. ഇനി കമ്മിറ്റി കഴിഞ്ഞിട്ട് മതി കക്കൂസ് കഴുകൾക്ക്. നമ്മുടെ മമ്മൂക്കാക്കേ ആൺകുട്ടി പറഞ്ഞെന്ന് പേര് കിട്ടു. എന്താ? ദുൽഖർ സൽമാൻ. കൊള്ളല്ലേ? പിന്നെ 86 പത്രം എടുത്തവൻ ഉണ്ടാക്കുക. ദുൽഖുമോനെ ഇപ്പൊ വയസ്സ് 4 ആയി. എന്തായാലും വളർന്നു വലുതാകുമ്പോഴേ അവൻ മുറ്റ് ഗ്ലാമർ ആയിരിക്കും. കീരിക്കാടൻ ജോസിനെ പോലെ. കീരിക്കാടൻ ജോസ് ആരാടാ? നിന്റെ അച്ഛനാ? എന്റെ അപ്പൻ എന്ത് വേണമെങ്കിലും പറഞ്ഞോ, പക്ഷെ കീരിക്കാടൻ ചേട്ടനെ പറ്റി പറഞ്ഞാട്ടല്ലോ പന്നി. എന്താടാ എന്താ കമ്മിറ്റിക്ക് വരുന്നില്ലേ? ലിസ്റ്റ് എടുത്തോണ്ടിരിക്കുക. സൂണായിട്ട് വിട്ടോ, ഞങ്ങൾ എത്തിക്കോളാം. ശരി. ക്ലിപ്പിരെ ഇവിടെ ഇരുന്ന് അധികം ക്ലിപ്പിക്കാതെ നേരെ ടാക്കീസിലേക്ക് ഇന്ന് ഇൻസ്പെക്ഷൻ ആള് വരുന്നോ? ഇഞ്ചക്ഷനാ മാധവേട്ടനപ്പോ എന്ത് കുത്തിവെക്കാനാ? ഇറങ്ങിട്ടാ. നമ്മുടെ ഗഗൻ ഈ തണ്ടിയായിരുന്നു. അയ്യേ, അച്ഛന്റെ കീശന്ന് കേട്ട കാശല്ലേ? ബസ് അയ്യോ, ബസ് പോയല്ലോ. ഊതല്ലേ വിദ്യാഭ്യാസ സ്നേഹി. അതില്ല, 2 വട എടുക്കട്ടെ. ഇയാള് ചത്തില്ലേ? വടനെഹി പാൻപുരി വേൽപുരി ഓംപുരി പഴംപുരി. അരെ നായർ സാബ് കേസേ ഹേ? എടാ ഗഗൻ, നിനക്ക് ഈ നാട്ടിൽ എന്തെങ്കിലും പണിയെടുത്ത് ജീവിച്ചൂടെ? ബി ഗഗൻ, ബോംബെ ഗഗൻ, ഉപ്പത്തെ സ്നാക്കരോ സംസാ താലടി ചന്ദ്രിക്കും. എന്തൊട്ട് 50 മണിയാ? ഇവൻ വന്ന വണ്ടിക്ക് തന്നെ പോകേണ്ടി വരും. അപ്പൊ ഹിറ്റാണല്ലേ? നീ എന്താ ഇത്തവണ വരാൻ വൈകിയേ? ജയന്തി വരാൻ കുറച്ച് ലേറ്റ് ആയി. ഈ പെൺകുട്ടികൾ ഇങ്ങനെ വരാൻ കുറച്ച് ലേറ്റ് ആവും. എന്നിട്ട് അവളവിടെ ആരി? ജയന്തി ഉല്ലുക്ക പട്ട. ഏതോ വലിയ ഇല്ലാത്ത പട്ടത്തി കൊച്ചാ. എടാ, അതൊരു ട്രെയിനാണ്. തീവണ്ടിയാ? ജയന്തി തീവണ്ടിയാ. ജയന്തി ജനത. ഓഹോ, സാർ ഇപ്പൊ എവിടെ നിന്നാണാവോ? നിനക്കൊക്കെ ചിന്തിക്കാവുന്നതിന്റെ അപ്പുറത്ത് അങ്ങ് ബോംബെന്ന് അതോ ലോകത്തിന്റെ ഇരുട്ടറയിൽ മിൽഖാ സിംഗിന്റെ കൂട്ടത്തിലായിരുന്നു ഞാൻ. 6 ദിവസം യുദ്ധമാണ്, യുദ്ധം. എന്ത് അല്ല, അപ്പൊ ബാക്കി ഒരു ദിവസോ? ഒരു ദിവസം ഗുഡ് ക്വസ്റ്റ്യൻ. ശനിവാർ ഞങ്ങൾക്ക് ഹോളിഡേ ആണ്. അതായത് ഈ ശനിയാഴ്ച ദിവസങ്ങളിൽ ഞങ്ങൾ പൊതുവെ അധോലോക പരിപാടികൾക്ക് പോകാറില്ല. എന്തിനാളിയാ നീ ഇങ്ങോട്ട് പോന്ന്? കണ്ണട വരാനാ? നൊസ്റ്റാൾജിയ. പറയാതെ ബാക്കി വെച്ച 1000 രഹസ്യങ്ങൾ എന്റെ വിനയനുമായി പങ്കുവെക്കാൻ. പിന്നെ ഇതൊക്കെ കാണിക്കണ്ടേ? ഓക്കെ ദോസ്തവും, സൗഹൃദത്തിന്റെ തലം സംസാരിച്ചിട്ടില്ല. ഒരു അഹങ്കാരമില്ലാത്ത തെണ്ടി. പ്രൈം മിനിസ്റ്റർ ലൈറ്റ് ആൻഡ് സൗണ്ട്സ്. പഴയ ബോർഡുകൾ, പൊളിഞ്ഞ ലൈറ്റുകൾ. ആഹാ, ഒരു മാറ്റമില്ല. കടയെ കുറ്റം പറഞ്ഞോ തെണ്ടി. മേലാ കടക്കകത്ത് കയറി പോരുന്നു. ഓ പിന്നെ ചുമ്മാ. ചുമ്മാ നല്ല കാര്യമായിട്ട് തന്നെയാ. നിന്നോട് 1000 തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനത്തെ ഈ ഉടായിപ്പ് പരിപാടിയായിട്ട് ഈ നാട്ടിൽ തന്നെ നിന്നോളൊന്നു. ഒരു പ്രേം നസീർ കട മുതലാളി. എടാ വിനിയ, നീ എല്ലാം മറന്നു. വർഷങ്ങൾക്ക് മുമ്പ് നിനക്ക് വേണ്ടി കത്ത് എഴുതണമെന്ന് പറഞ്ഞപ്പോ ഞാൻ ആ കത്ത് എഴുതി. ആ കത്ത് നീ മാറിക്കൊടുത്ത് തെക്കല് ജാനിച്ച് കത്ത് പിടിച്ചപ്പോ നീ പറഞ്ഞു ഇനി കത്ത് പറ്റൂല. നമ്പർ ലോകത്ര പെട്ടിയുടെ എന്തിനാണ് പെട്ടിയോടച്ച് നമ്പർ ലോക്കേ? അപ്പൊ ഞാൻ നിനക്ക് കാസറ്റിന്റെ ഐഡിയ പറഞ്ഞു. പോടാവിടും. ഇതൊന്നും പോരാനിട്ട് ഇടതൂർന്ന മുടിയിൽ തുളസി കതിർ ചൂടിയ കരിമഷി കണ്ണുകളോടുകൂടി അവളോട് അവൻ പറയാതെ പോയ ഹൃദയ രഹസ്യങ്ങളെ ഒരു ഗഗനഹംസം എന്നോണം അവളിലേക്ക് എത്തിച്ച അരയന്നമാണ് നീ എന്നല്ലേ പറയാമെന്ന്. തന്നിലിയാ തന്നെ. അപ്പൊ നീ ഇതൊന്നും പറഞ്ഞിട്ടില്ല അല്ലേ? ഇല്ലളിയാ, ഇല്ല, മറന്നിട്ടില്ലെന്ന് മാത്രമല്ല നല്ല ഓർമ്മയുണ്ട്. അതുകൊണ്ടാണ് ഇറങ്ങി പോടാ എന്ന് പറഞ്ഞു. ഇത് വാക്മാൻ. നടക്കുന്ന മനുഷ്യന്നല്ല. കാസറ്റിലൂടെ പ്രണയിക്കുന്നവർക്ക് ഇനി നടന്നും ഇരുന്നും കിടന്നും പ്രേമിക്കാം. മേഡ് ഇൻ ഗഗൻ. ഇതും നിനക്ക് വേണ്ടല്ലോ അല്ലേ? എന്താ ഗഗനഹംസമേ?
എന്താ अरे तो चक्का എന്തെടുക്കാണ്? പാട്ട് കേൾക്കുക. ആരുടെ പാട്ട്? മൈക്കിൾ ജാക്സൺ. ഓ, ക്രിസ്ത്യാനിയല്ലേ? അല്ല, നായരാ മൈക്കിൾ ജാക്സൺ നായർ. അങ്ങനെ നോക്കിയെന്നേ. ആണോ? എന്തൊക്കെ അറിയണം. Just beat it. ഭഗവാൻ നോക്കുന്നു. ഭഗവാൻ നോക്കുന്നു. പ്രിയപ്പെട്ട നാട്ടുകാർക്ക് നേരത്തെ പറയണ്ടടത്ത് എന്റെ നമോ പറഞ്ഞായിരുന്നു ചെവില് ബീറ്റിട്ടായിരുന്നു. മാറ്റിപ്പിൻ ചട്ടങ്ങളെ എന്നാണല്ലോ ആശാൻ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. നീറാശാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? കുമാരനാശാൻ. കുമാരനാശാൻ. അതുകൊണ്ട് മാറ്റം നമുക്ക് അനിവാര്യമാണ്. കമ്മിറ്റിയുടെ 1-2 ആലോചനായോഗ പ്രകാരം പതിവ് പരിപാടിയിൽ നിന്നും ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഈ ഗാനമേള സമയത്ത് ആണുങ്ങളെയും പെണ്ണുങ്ങളെയും വേർതിരിച്ചെടുത്തുന്ന സമ്പ്രദായം നിർത്തണം. തേവർ സാമനെ സബ് ഒരുപോലെ ഹേന. സാമാനം എന്തേ? അല്ല, തേവര മുമ്പിൽ നമ്മളെല്ലാരും ഒന്നുപോലെ അല്ലേ എന്ന്. അങ്ങനെ ഒരുമിച്ച് ഇങ്ങനെ ഇരിക്കില്ല നമ്മളിങ്ങനെ. അങ്ങനെ തേവർക്ക് 1 2 ആണെന്നൊക്കെ അവിടെ ഇരിക്കട്ടെ. കണ്ട കള്ളന്മാർക്ക് ഒളിച്ചോടക്കാർക്ക് ഇവിടെ എന്ത് കാര്യം? Come on out. ആ അത് ശരിയാ. ഈ അമ്പലത്തിനെ നട വെച്ച തേങ്ങയും പടവലങ്ങി അടിച്ചു മാറ്റുന്നവർക്കായിരിക്കും ഇവിടെ വലിയ കാര്യം. ഇരുന്നോ ഇല്ലെങ്കിൽ ഇനി ഇയാൾ തലക്കടിക്കും. പെരുവത്ത് കടവിന്റെ ഉത്സവ ചരിത്രത്തിൽ ആദ്യമായി തൃശൂർ പൂരത്തിനെ വെല്ലുന്ന വെടിക്കെട്ടുമായി നമ്മുടെ നാട്ടിലേക്ക് എത്തുന്നത് ആരാണെന്ന് അറിയണ്ടേ? പാറമേക്കാവിലെ ഉത്സവത്തിന് വെടിക്കെട്ട് കൊണ്ട് യുദ്ധക്കളം സൃഷ്ടിച്ച വെടിക്കെട്ട് വേലായുധൻ. ആദ്യം നീ നാട്ടിൽ നിൽക്കാം, അപ്പൊ അറിയാം. ആരാടാ ഇയാൾ? അറിയാമല്ലേ, വെറുതെ കൈയടിക്കല്ലേ. വെടിക്കെട്ട് വരാതെ കലക്കി. അടുത്തതായി ലൈറ്റ് ആൻഡ് ഷമോൺ. ഇത്തവണത്തെ ഉത്സവത്തിന് പുതുമയാകാൻ നമ്മൾ കൊണ്ടുവരുന്നു ഇലുമിനേഷൻ ബൾബുകൾ. ഇതൊക്കെ ഇപ്പോഴാണ് ഇവിടെ ഇലുമിനേഷൻ ബൾബാ? എടാ, മിന്നുന്ന ബൾബില്ലേ, കെടും ഓഫാവും, കെടും ഓഫാവും. ബോംബെയിലൊക്കെ ഒരുപാടുണ്ടല്ലോ. നമ്മുടെ ഉത്സവത്തിന് ശബ്ദവും വെളിച്ചവും പകരാൻ ലൈറ്റ് ആൻഡ് ഷമോൺ ഏറ്റെടുത്തുകൊണ്ട് പെരുവത്ത് കടവിന്റെ മണ്ണിലേക്ക് ഇതാ എത്തുന്നു ഫിലമെന്റ് ഫിലിപ്പ്. വന്നു. ഈ കട്ടി ഒന്ന് മാറ്റൂ. പരിഷ്കാരി. നന്മ നിറഞ്ഞ പെരുവത്തുകടവ് നിവാസികളെ, നിങ്ങളുടെ അറിവിലേക്കായി 2 വാക്ക്. ലോകത്ത് ആദ്യമായി ബൾബ് കണ്ടുപിടിക്കുന്നത് എന്റെ ഗുരുവായ തോമസ് ആൽവ എഡിസൺ. അയാൾ ആലോകാരനായിരുന്നോ? തമാശക്കല്ലേ? നിനക്കെന്താ കണ്ണിക്കടണ്ടോ? ആ കുന്തു അങ്ങ് ഊരിക്കളഞ്ഞു. ബോംബെയിലെല്ലാരും വെക്കൂലോ ചുമ്മാ. പ്രിയമുള്ളവരെ, നമ്മുടെ ഐസക്കിന് വെറും ഒരു ആപ്പിൾ തലയിൽ വീണിട്ടാണല്ലോ ബോധോദയം ഉണ്ടായത്. ഇതിന് ഉദ്ദേശിച്ച കറപ്പൊന്നുമില്ലാട്ടാ. ഇത് കൂടെ നോക്കി ഇവനെ കാണൂല. നോക്കണ്ട. രാജ്യത്ത് കൂടെ നടന്നു പോകുമ്പോൾ ലക്ഷക്കണക്കിന് മിന്നാമിനുങ്ങളെ കണ്ടിട്ടാണത്രേ അദ്ദേഹത്തിന് ഇലുമിനേഷൻ ബൾബ് എന്നൊരു ആശയം. അവന്റെ ഒരു എഡിസൺ ഇലൂമി പിടിച്ചേ. സർവേക്കല്ല കാക്കതൂറിയ പോലെ നിന്റെ 32 പല്ലുണ്ടല്ലോ, അത് അടിച്ച് താഴിടും. എന്തേട്ടാ, സയൻസ് ഇഷ്ടല്ല? അല്ല, ഇത് എവിടുത്തെ ഇടപാടാ? ഇവിടെ ഉത്സവത്തിന് എല്ലാ തവണയും ലൈറ്റ് ആൻഡ് സൗണ്ട് പരിപാടി നടത്തുന്നത് ഞങ്ങളാ. പിന്നെ പെട്ടെന്ന് കാരണം അറിയിക്കാതെയുള്ള ഈ മാറ്റം എന്തിനാണെന്ന് പറഞ്ഞാൽ കൊള്ളാം. അയ്യോ, അതുകൊണ്ടല്ലേ നേരത്തെ തന്നെ വിനയകുനീതനായി ചില മാറ്റങ്ങളുണ്ടെന്ന് അറിയിച്ചത്. അതാണ്. ഓ അതുകൊണ്ടായിരിക്കും പറഞ്ഞുറപ്പിച്ച കൊട്ടേഷൻ നിങ്ങൾ മറിച്ചത്. എടാ, കുറെ നാളായല്ലോ നീക്ക് നാട്ടുകാരെ പറ്റിക്കാൻ തുടങ്ങിയിട്ട് ലൈറ്റ് ആൻഡ് സൗണ്ട് പേരിൽ. എടാ, ഇപ്രാവശ്യം ഞങ്ങൾ നല്ല 1-ാം തരം വിദേശ ലൈറ്റുകളാണ് ഇറക്കാൻ പോകുന്നത്. മക്കള് ഞങ്ങളുടെ ഇല്ലുമിനേഷൻ കണ്ട് പിന്നെ നിന്റെ ഇലുമിനേഷൻ അവിടെയാണല്ലോ കാണാൻ. അവന്റെ ഫീസ് പോയി. അതെ, എല്ലാ കൊല്ലവും പാലാട്ടരക്കാരല്ലേ നടത്തുന്നത്. ഈ കൊല്ലം 2 കൂട്ടരും കൂടി നടത്തട്ടെ. നമുക്ക് ഉത്സവമല്ലേ വലുത്. അയ്യോ, അങ്ങനെ 2 കൂട്ടരും കൂടെ ഉണ്ടാക്കണ്ട. എന്നാ ഞങ്ങൾ ഉണ്ടാക്കാം. എന്താ നീ ഉണ്ടാക്കും? നിനക്ക് ഉണ്ടാക്കണ കാണണോ? ഓ, നീ വീണ്ടും ഉണ്ടാക്കുവോ? പശുക്കളോട് തൊഴുത്ത് എവിടെ കെട്ടണമെന്ന് ആരും ചോദിക്കാറില്ല. പിന്നെ ബോംബെ ചോദിക്കും. മനസ്സിലായല്ലോ? അതുകൊണ്ട് ഇത്തവണ വെമ്മാരതങ്ങ് നടത്തും. ഇത് എന്റെ തീരുമാനമാണ്. ആർക്കെങ്കിലും എതിരഭിപ്രായം ഉണ്ടോ? ഉണ്ടോ? മുണ്ട്
മുടക്കി കുത്തുകേണ്ടി വന്നാൽ മതി. വെറുതെ എന്റെ ധൈര്യം ടെസ്റ്റ് ചെയ്യരുത്. കാര്യഭൂതമേ, ഞാനാ നീ എന്റെ പല്ല് സെറ്റ് വെച്ച് എന്നെ കോക്കിരി കാണിക്കണ കേട്ടാ. നീ കൂടുതൽ ഉണ്ടാക്കണ്ട ഇത് വെച്ച്. ആ കൊണ്ടുപോയിക്കോ കമ്മിറ്റി ചേട്ടാ. അവന്റെ മൈക്കും കൊണ്ട്